ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ പറ്റിയടാ? ഒന്നുമില്ല. എടാ കർണാകരെ, എന്താ പറ്റിയത്? എന്താ കാര്യം? കാറ് ചെറുതായിട്ടൊന്ന് പാളി, ഒരു പാറ ചെന്നിടിച്ചു. എന്റെ ആറ്റുകാലമ്മേ. അത് വർക്ക്ഷോപ്പിൽ വെച്ച് എനിക്കും മോക്കും വേണ്ടി ഈ പണിയൊക്കെ ചെയ്യാൻ പോയതുകൊണ്ടല്ലേ? എങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു. ഇപ്പോ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? ഒരു തരം കുറ്റബോധം. ഒരിക്കലുമില്ല. എനിക്ക് ഇപ്പൊ തോന്നുന്ന ഭാവം കുറ്റബോധമല്ല, ആത്മാഭിമാനമാണ്. നമുക്ക് കഴിക്കാം. നമുക്ക് കഴിക്കാം. കുറച്ച് മതി. മതി മതി. കൈവയ്യാതെ വെറുതെ മെനക്കെടണ്ട, ഞാൻ വാരിത്തരാം. എനിക്ക് വന്ദനമ വാരി തന്നാ മതി. എന്ത് പറ്റി വന്നേ കാലില്? കാലെങ്ങനെ മുറിഞ്ഞതാ വന്ദനമേ? ഒന്നുമില്ല, ഇത് ചെറുതായിട്ടൊരു കുപ്പിച്ചില് കൊണ്ടതാ. മോളെന്തിനാ കരയുന്നേ? ദേ, വന്ദനമ്മയ്ക്ക് വേദനയൊന്നുമില്ല മോളെ. വന്ദനമ്മയ്ക്ക് വേദനിച്ചതി നമ്മൾക്ക് സഹിക്കില്ല. വന്ദനെ, ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അത് വന്ദനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി പോയനെ. എന്താ സംഭവിച്ചത്? ഈ കാലെങ്ങനെയാ മുറിഞ്ഞത്? നമ്മൾ ഒരുമിച്ചൊരു ജീവിതം പങ്കുവയ്ക്കുമ്പോൾ
കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വേദനകളും ഒക്കെ പങ്കുവയ്ക്കണം. അതാണ് അതിന്റെ ശരി. രാവിലെ മുതലേ എന്തൊക്കെയോ ദുസൂചനകളാ. രാവിലെ എന്റെ കൈ തട്ടി ദിയമോളുടെ ഫോട്ടോ താഴെ വീണുടഞ്ഞു. അതിന്റെ ചില്ല് കുത്തിക്കേറിയതാ കാലില്. അതിന്റെ ഫലമായിരിക്കും എന്റെ ദിയമോൾക്ക് അപകടം ഉണ്ടാവാൻ പോയതും ജഗന്റെ കൈ ചതഞ്ഞതും ഒക്കെ. നോക്കട്ടെ. ജഗൻ, മതി മതി, തുടങ്ങി റൊമാൻസ്. എനിക്ക് ചോറ് താ വന്ദനമ്മേ. അച്ഛാ, 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 ഇതെന്തു പറ്റി? അച്ഛാ, ഇവിടുന്ന് പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അമ്മേ, വിദ്യേ, ദേ, അച്ഛന്റെ പഞ്ചറൊട്ടിച്ച് വന്നിരിക്കുന്നു. അമ്മേ, അച്ഛന്റെ നെറ്റി നോക്ക്. അയ്യോ, എന്താ എന്താ പറ്റിയത്? ദേ കണ്ടോ? എന്ത് പറ്റിയടാ? ഒന്നുമില്ല. എടാ കർണാകരെ, എന്താ പറ്റിയത്? എന്താ കാര്യം? കാറ് ചെറുതായിട്ടൊന്ന് പാളി, ഒരു പാറയിൽ ചെന്നിടിച്ചു. അയ്യോ, എന്റെ ആറ്റുകാലമ്മേ. അല്ലേലും ആ ഡ്രൈവറിന് ഒരു ശ്രദ്ധയില്ല. അയാളെ പറഞ്ഞുവിടാൻ സമയായി. ഇത് അതൊന്നും കൊണ്ടല്ല. ആ വന്ദനയില്ലേ, ആ നശിച്ചവളുടെ പ്രാക്കദോഷം തന്നെയാവും. അതൊരിക്കലും ആവൂല. അയ്യോ, നിനക്ക് നിശ്ചയമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടരുത്. ആ മാനത്തെ കൊട്ടാരം